said to be continuous at C if for നമ്മൾ എന്താണ് പറയുന്നത് limit extends to C f of x equal to f of C ആയാൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ടു എഫ് ഓഫ് സി വരികയും ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എന്ന് കാണിക്കാൻ വേണ്ടി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് എന്താ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ആ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാ അല്ലെ. ലിമിറ്റ് പഠിച്ച കേസിൽ നമ്മൾ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ അവിടുത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ടു എഫ് ഓഫ് സി ആണെന്ന് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ആ കഴിഞ്ഞ സെമി ചെയ്ത അതേ പ്രോസസ്സ് വെച്ചിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എഫ് ഓഫ് സിയുടെ വാല്യൂയും കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്നുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷന്. അത് കണ്ടിന്യൂസ് ഓൺ ആർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓൺ ഓൾ റിയൽ നമ്പേഴ്സ്. എക്സ് എന്ത് റിയൽ നമ്പർ എടുത്താലും ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് നമ്മൾ ആറിൽ നിന്ന് ആറിലോട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് ആറിലോട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി ഡിഫൈൻ ചെയ്താൽ ഈ എഫ് ആറിലെ ഏത് പോയിന്റ് എടുത്താലും നമ്മൾ ആറിലെ ഏത് പോയിന്റ് എടുത്താലും അത് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ഒരു ആർബിട്രറി പോയിന്റ് സി എടുക്കാം. സി ബി എ പോയിന്റ് ഒരു ആർബിട്രറി പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടിന്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? സിയിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ടു എഫ് ഓഫ് സി ആണെന്ന് കാണിക്കണ്ടേ? നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് കണ്ടുപിടിക്കണം, എന്നിട്ട് എഫ് ഓഫ് സി കണ്ടുപിടിക്കണം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. അപ്പൊ ലിമിറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച ലിമിറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എൽ ആണെന്ന് കാണിക്കാൻ അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് കാണിക്കണം. ഡെഫിനിഷൻ നമ്മൾ പറയുവാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever ലിമിറ്റ് ആകുമ്പോൾ 0 ഉണ്ട്. ലിമിറ്റ് ആയതുകൊണ്ട് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ. അത്രയും സ്റ്റെപ്സ് ഒന്നും നോട്ടിൽ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓൾ റിയൽ നമ്പർ എന്ന് കാണിക്കണം. അപ്പൊ എഫ് കണ്ടിന്യൂസ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആർബിട്രറി റിയൽ നമ്പർ സി നമ്മൾ എടുത്തു. അപ്പൊ സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എ, ആ സിയിലെ എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ലിമിറ്റിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എൽ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് there exists a delta greater than 0 such that whenever 0 less than mod x minus c less than delta modulus of f of x minus l is less than epsilon നമുക്ക് കാണിക്കണം. അപ്പൊ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഇവിടെ നമുക്ക് എഫ് ഓഫ് സി എന്നാ കാണിക്കേണ്ടത്. അപ്പൊ എഫ് ഓഫ് സി നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് ബി ആ. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ബി ആണെന്ന് കാണിക്കണം. നമുക്ക് ആക്ച്വലി എന്താ കാണിക്കേണ്ടത്? കാരണം എഫ് ഓഫ് സി നമ്മൾ എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സി ഏത് വാല്യൂ ആണെങ്കിലും എഫ് ഓഫ് സി എന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു എപ്സിലോൺ എടുക്കുക. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1 എന്ന് ഫിക്സ് ചെയ്യാം. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഒരെണ്ണം എടുത്തു, എന്നിട്ട് ഡെൽറ്റ ഈക്വൽ ടു 1 എടുക്കുവാണെങ്കിൽ ഇഫ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1, ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ 1 എടുക്കുക. Whenever 0 less than mod x minus c less than 1, we have modulus of f of x minus b. Modulus of f of x നമുക്ക് ലിമിറ്റ് ഈക്വൽ ടു ബി. എല്ലിന് പകരം നമുക്ക് എന്താ ബി എന്നാ കാണിക്കണ്ടേ? എല്ലിന് പകരം നമുക്ക് ബി എന്നാ കാണിക്കണ്ടേ? അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് എന്ത് തന്നെ വന്നാലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ബി ആണ്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് ബി മൈനസ് ബി ഫോമിൽ വരും. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി എന്നുള്ളത് എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ബി ആയതുകൊണ്ട് അത് ബി മൈനസ് ബി ഫോമിൽ വന്നു. ദിസ് ഈസ് ഈക്വൽ ടു ബി മൈനസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 0. 0 എന്ന് പറയുന്നത് നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് എപ്സിലോൺ അതിലും വലുതായിരിക്കുമല്ലോ. സോ നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് എടുത്തപ്പം ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1 ഫിക്സ് ചെയ്താൽ whenever 0 less than mod x minus c less than 1, we have modulus of f of x minus b is less than epsilon. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 0 less than mod x minus c less than 1 എന്നുള്ളത് ഡെൽറ്റയാ. ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. നമുക്ക് ഡെൽറ്റ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1 എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്ന് കിട്ടിയല്ലോ. എഫ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ ഉള്ളപ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് മൈനസ് ബിയുടെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പം ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടി. ഇനി എഫ് ഓഫ് സി എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ. ഏത് റിയൽ നമ്പർ എടുത്താലും എഫ് ഓഫ് എക്സ് ബി ആയതുകൊണ്ട് എഫ് ഓഫ് സിയും ബി ആ. അതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പൊ 1ഉം 2ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. വേർ സി എന്ന് പറയുന്നത് എന്താ? ഒരു ആർബിട്രറി റിയൽ നമ്പർ ആണ്. ഒരു ആർബിട്രറി റിയൽ നമ്പർ എടുത്തപ്പം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി എന്ന് കിട്ടി. Therefore we can say that f is continuous at c എന്ന് പറയാം. f is continuous at c ആണ്, where c is an arbitrary point. അപ്പൊ c എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് എലമെന്റ് ഓഫ് r ആണ്. So we can say that f is continuous at every real number.